തെറ്റായ ബന്ധം. എന്താണ് തെറ്റായിട്ടുള്ള ബന്ധം എന്നതിനെക്കുറിച്ച് എനിക്ക് പറയണം. കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം മിക്കപ്പോഴും എൻ്റെ വീഡിയോസ് ഇപ്പോഴുള്ളത് ഇത്തിരി ലോങ്ങായി പോകുന്നത് 10 മിനിറ്റിന് മുകളിൽ പോകുന്നുണ്ട്. കാരണം ഒരു കാര്യത്തെക്കുറിച്ച് ക്യാപ്സൂൾ പരുവമാക്കി പറയാൻ പറ്റുന്നില്ല ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. പക്ഷേ കേൾക്കുന്നവർക്കാവട്ടെ ഏറ്റവും ചുരുങ്ങി 3, 4 കൂടി വന്ന 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കണം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ മാക്സിമം ഇനി അത് ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം നല്ല കാര്യങ്ങൾ ഏറ്റവും ലളിതമായി എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനും ഇങ്ങനെ ശ്രമിക്കുക. അപ്പം ഒരാൾക്ക് നല്ല ബന്ധം മോശം ബന്ധം എന്നത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരപുരുഷ ബന്ധം എന്ന് പറയാം. അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്താണ് പരപുരുഷ ബന്ധം? മറ്റൊരു പുരുഷനുമായിട്ടുള്ള ബന്ധം. തനിക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിലും മറ്റൊരു പുരുഷനുമായിട്ട് ഒരു സ്ത്രീ ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെയുള്ള ചിന്ത വന്നിരിക്കുന്നത്? പല കാരണങ്ങൾ കാണാം. അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം അവർക്ക് കിട്ടാത്തത്, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിച്ച് നടത്തിയത് കൊണ്ടാവാം. താൻ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റീസും തൻ്റെ ഭർത്താവിന് ഇല്ല എന്നുള്ളതാവാം. ഇല്ലെന്നുണ്ടെങ്കിൽ പണ്ട് തൊട്ടേ ഉണ്ടായിട്ടുള്ളൊരു ബന്ധം അത് നടക്കാതെ പോയി. പക്ഷേ അയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് വരുമ്പോൾ വീണ്ടും വിവാഹത്തിന് ശേഷവും അയാളുമായിട്ടുള്ള ബന്ധം തുടരും. പക്ഷേ അയാൾ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടാവാം, അതിൽ കുട്ടികളുമായിട്ട് ജീവിക്കുമായിരിക്കാം. പക്ഷേ അടുപ്പം ആ ഒരു രീതിയിലായി പോയി കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ തങ്ങളുടെ സ്വപ്നത്തിൽ അവർ തമ്മിൽ ജീവിക്കാം എന്ന് കരുതിയിട്ടുള്ള കാര്യങ്ങൾ പലതും കാണുമായിരിക്കും. അതൊന്നും നടപ്പിലാകാൻ പറ്റിയില്ല. കാരണം വിവാഹം കഴിക്കാൻ പറ്റിയില്ല, ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ല. അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. എന്തുമായിക്കൊള്ളട്ടെ, മറ്റൊരാളെ ഏത് രീതിയിലും തിരഞ്ഞെടുക്കുക എന്നുള്ളത് അവരവരുടെ ഇഷ്ടം. പക്ഷേ വിവാഹശേഷം നമ്മൾ അതിനൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ചും കുട്ടികളും കൂടെ ആയിക്കഴിയുമ്പോൾ നാളെ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ഇടവരുത്തരുത്. നാളെ നിങ്ങളുടെ കുട്ടിയെ എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറയുകയാണെങ്കിൽ അവർ തിരിച്ചു ചോദിക്കില്ല, നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നെ വഴക്ക് പറയാൻ, നിങ്ങൾ നല്ലവളാണോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി വ്യക്തമായിട്ട് പറയാൻ പറ്റണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അവരുടെ മുന്നിൽ നിവർന്നു നിന്ന് സംസാരിക്കുവാൻ പറ്റുകയില്ല. ശരിയല്ലേ? അപ്പം അത് ജീവിതം അവരവരുടേതാണ്. പക്ഷെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗം തന്നെയാണ്. കുറേയൊക്കെ നമ്മൾ പലതും മനസ്സിലാക്കി ജീവിക്കുക. നമ്മുടെ നേരെ ഒരു വിരൽ ചൂണ്ടുന്നെങ്കിൽ അതിന് കാരണം ഒരുപക്ഷെ നമ്മൾ തന്നെയാവാം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധയിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കല്ലേ.